നോബി നോബി ഈ സിനിമയിലെ നോബിക്കുണ്ടായ ഒരു മറക്കാൻ പറ്റാത്ത അനുഭവം? മധുരരാജയിൽ മറക്കാൻ പറ്റാത്ത അനുഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് പറയാൻ, സണ്ണി ലിയോനോടൊപ്പം 3 ദിവസം അഭിനയിക്കാൻ പറ്റി. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കില്ല. എനിക്ക് മറക്കാൻ പറ്റാത്ത അനുഭവം അല്ല, അത് മാത്രമല്ല, ഞാൻ ആദ്യമായിട്ട് നെടുമുടി വേണുചേട്ടൻ്റെ കൂടെ അഭിനയിച്ചത് ഈ സിനിമയാണ്. അതിനുശേഷം വലിയൊരു ഹൃദയബന്ധം തന്നെ. പിന്നീട് തുടർച്ചയായിട്ട് കുറേ സിനിമകൾ അഭിനയിക്കാൻ സാധിച്ചു. സിദ്ദിഖയുടെ കൂടെ ഇതിനു മുമ്പ് അഭിനയിച്ചിട്ടുണ്ട്. സലീമാട്ടൻ്റെ കൂടി സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കോമ്പിനേഷൻ സീൻ ഉണ്ടായിരുന്നില്ല. വിജയരാഘവൻ ചേട്ടൻ കുട്ടേട്ടൻ്റെ കൂടെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും കോമ്പിനേഷൻ സീൻ ഈ സിനിമയിലാണ് കിട്ടിയത്. അങ്ങനെ ബാലേന്ദ്രൻ ചുള്ളിക്കാട്, ബാലേട്ടൻ, ഈവൻ എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ നോബിയുടെ കൂടെ പോലും ഇതിന് മുന്നേയുള്ള സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷേ കോമ്പിനേഷൻ സീൻ ഇപ്പോഴാണ് കിട്ടിയത്. ജഗപതി ബാബുവെ പോലുള്ള തെലുങ്കിലെ സൂപ്പർ വില്ലൻ, അങ്ങനെ തുടങ്ങി മലയാളത്തിലെ സീനിയർ മോസ്റ്റ് നടന്മാരുടെ കൂടെയും ഏറ്റവും പുതിയ തലമുറയിൽപ്പെട്ടവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ സാധിച്ചു എന്നതാണ് ഈ മധുരരാജയിലെ മറക്കാൻ പറ്റാത്ത അനുഭവം. അതുപോലെ തമിഴ് നടൻ അല്ലേ, കരാട്ടെ രാജു, നമ്മുടെ സായിപ്പ്, എല്ലാവരും ഇവരുടെ കൂടെയൊക്കെ അഭിനയിക്കാൻ, അനുശ്രീ, മഹിമ നമ്പ്യാർ, ഷംന കാസിം, തെസ്നി ഖാൻ, പ്രിയങ്ക തുടങ്ങി ഒരുപാട് നടന്മാർ ഇവരുടെ കൂടെയൊക്കെ പ്രവർത്തിക്കാൻ സാധിച്ചു, ഇവരൊക്കെ പരിചയപ്പെടാൻ സാധിച്ചു. അതിൽ ഏറെ 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 സന്തോഷം. നോബി, മധുരരാജ വിജയിച്ച് എന്തുകൊണ്ട് പ്രേക്ഷകർ ഇങ്ങനെ തള്ളിക്കയറാണ്. മമ്മൂക്കയുടെ കൂടെ നോബി എത്ര സിനിമ അഭിനയിച്ചു? നമ്മുടെ കൂടെ 2ാമത്തെ പടം ഫസ്റ്റ് പ്രൈസ് തലോട്, അതിനുശേഷം മധുരരാജ. ഈ ചോദ്യം എന്നോട് തിരിച്ചു ചോദിക്കുക. സന്തോഷ് കീഴാറ്റൂർ മമ്മൂക്കയോടൊപ്പം എത്ര ചിത്രത്തിൽ അഭിനയിച്ചു? 6 സിനിമ. ഓക്കെ, അപ്പോൾ മമ്മൂക്കാണ് കൂടുതൽ അഭിനയിച്ചത്, നിങ്ങളാണ് കൂടുതൽ അഭിനയിച്ചത്? അതിലെത്ര ഹിറ്റ് ഉണ്ടെന്ന് ചോദിക്കുക. അതിലെത്ര ഹിറ്റുണ്ട്? 6 ഹിറ്റ്. മുന്നറിയിപ്പ്, വർഷം, പത്തേമാരി, ഗ്രേറ്റ് ഫാദർ, ഇപ്പോൾ മധുരരാജ. അതുപോലെ തന്നെ വൈശാഖേട്ടൻ അല്ലേ? അതെ അതെ, ആ വൈശാഖേട്ടൻ്റെ പുലിമുരുകൻ എന്ന ഹിറ്റിന് ശേഷം എന്താ പറയാൻ, വൈശാഖ് എന്ന് പറഞ്ഞ ഡയറക്ടർ പുലിമുരുകൻ സിനിമ കണ്ടവർക്കറിയായിരിക്കും. ഫസ്റ്റ് എന്താ പറയുക, ഒരു സിനിമ കാണുന്ന പ്രേക്ഷകർ നെഞ്ചിലേറ്റിയ ഒരാളാണ് സന്തോഷ് കീഴാറ്റൂർ. പിന്നെ അതുപോലെ എന്നെ പുലിയടിക്കാൻ വന്നതുകൊണ്ടാണ് ലാലേട്ടൻ ആ സിനിമയിൽ വന്നത്. അപ്പോൾ നമ്മൾ രണ്ടുപേരും അക്കാര്യത്തിൽ വലിയ ഭാഗ്യവന്മാരല്ലേ. മലയാള സിനിമയുടെ ചരിത്രം സൃഷ്ടിച്ച പുലിമുരുകൻ എന്ന സിനിമയിൽ വൈശാഖേട്ടൻ, ഉദയേട്ടൻ, ഷാജി അല്ലേ, ക്യാമറമാൻ പീറ്റർ ഹെയിൻസർ, ഇവരുടെയൊക്കെ കൂട്ടുകെട്ടിൽ പിറന്ന പുലിമുരുകൻ എന്ന സിനിമയിൽ നമുക്ക് 2 പേർക്കും അങ്ങനെ പുലിമുരുകനിലെ നോബിയുടെ വേഷവും ഭയങ്കര രസമുള്ള വേഷമായിരുന്നു. കാരണം കോമഡിയും സെൻറ്റിമെൻറ്റ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ വൈശാഖേട്ടൻ്റെ സിനിമ പുലിമുരുകനിൽ അഭിനയിച്ചതോടുകൂടി എവിടെ ചെന്നാലും പുലിമുരുകൻ്റെ അച്ഛൻ എന്ന നിലയിലാണ് എന്നെ അറിയപ്പെടുന്നത്. ഇപ്പോഴിതാ മധുരരാജയിലും അഭിനയിക്കാനുള്ള ഭാഗ്യം കിട്ടി. വൈശാഖേട്ടൻ്റെ കൂടെയുള്ള ഒരു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്തൊരു രസമാണല്ലേ. പിന്നെ കാര്യം ഇതുവരെ എന്തുവാ, വൈശാഖ് എന്ന് പറയുന്ന ഡയറക്ടറെ എന്നെ സംബന്ധിച്ചിടത്തോളം പുലിമുരുകൻ കണ്ടവർക്ക് മനസ്സിലാവും. കാര്യം ഞാൻ പേടിച്ചാണ് ആ സിനിമയിൽ അഭിനയിച്ചിരുന്നത്. കാര്യം അത്ര പവർഫുള്ളായിട്ടുള്ള ഡയറക്ടറാണ് വൈശാഖേട്ടൻ. അപ്പോൾ അതിനുശേഷം അദ്ദേഹം മധുരരാജ എന്ന സിനിമ ചെയ്തപ്പോൾ അതിൽ നമുക്കൊരു കഥാപാത്രം തന്നു. ഇത്രയും വലിയ ഹിറ്റായിട്ടുള്ള ഒരു പടത്തിൽ ഒരു ഭാഗമാകാൻ കഴിഞ്ഞത് തന്നെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഭാഗ്യങ്ങളിൽ ഒന്നായിട്ട്. സത്യം കാരണം പറയാം, വൈശാഖേട്ടൻ തോന്നിയ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു വിട്ടുവീഴ്ചയില്ല. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണോ കഥാപാത്രം, ആ ആക്ടറുടെ കയ്യിൽ നിന്നും എന്താണോ വേണ്ടത്, അത് കിട്ടുന്നത് വരെ അദ്ദേഹം ഷോട്ടുകൾ എടുത്തുകൊണ്ടിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ ഉദയേട്ടൻ്റെ സ്ക്രിപ്റ്റ്, ഉദയേട്ടൻ്റെ പ്രത്യേകിച്ച് മധുരാജിലെത്തിയപ്പോഴേക്കും ആ സ്ക്രിപ്റ്റിങ്ങിൻ്റെ രീതിയൊക്കെ ഒരു ഭയങ്കര രസമാണ്. ഭയങ്കര ലിങ്കായിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ മമ്മൂക്കയുടെ കൂടെയുള്ള അഭിനയത്തിൻ്റെ എക്സ്പീരിയൻസ് ഒന്ന് പറയും. ഇതിനകത്ത് ഞാനൊരു സെൻറ്റിമെൻറ്റ്സ് ഒരു സീന് ചെയ്തു. എനിക്കാണെങ്കിൽ ടെൻഷൻ അടിച്ചിട്ട് എന്നോട് രാത്രി വിളിച്ച് പറഞ്ഞത് ആ സീൻ ചെയ്യാനായിട്ട് ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ്. ഞാൻ എന്ത് പറയാം, വൈശാഖണ്ണൻ ഒരു സൈഡിൽ നിന്നുണ്ടാവും, ആ സീൻ ചെയ്യണം, ഗംഭീരമാക്കണം, മമ്മൂക്ക എന്ന് പറയുന്നു ആ സീൻ ഗംഭീരമാക്കണം, ഇതെല്ലാവരും പറഞ്ഞിട്ട് എനിക്ക് ടെൻഷൻ. കാര്യം വൈശാഖണ്ണനും പറയുന്നു ഒരു സൈഡിൽ നിന്ന് മമ്മൂക്കയും പറയുന്നു. കാര്യം മമ്മൂക്കയുടെ അടുത്ത് പറയേണ്ട ഡയലോഗാണ്. ഞാൻ ലാസ്റ്റ് സന്തോഷം വിളിക്കുക, സന്തോഷം ഇതാണ് സിറ്റുവേഷൻ, ഞാൻ എന്ത് ചെയ്യട്ടോ. അങ്ങനെ അതിൽ എൻ്റെ അഭിനയത്തിൻ്റെ ഒരു ഗുരുവാണ് അദ്ദേഹം. എനിക്ക് അവിടെ ഒരു ടെൻഷൻ അടിക്കണ്ടേ, എനിക്ക് ആ ടെൻഷൻ അടിച്ച് ഞാൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് പറയാൻ, ആ സീൻ ഗംഭീരമായിട്ടുണ്ട്. സിനിമ തിയേറ്ററിൽ
ഭയങ്കരമായിട്ട് നമ്മളെ വല്ലാതെ കണ്ണീര്, എന്താ പറയുക, കണ്ണീരില്ലാത്തവനും കണ്ണീര് വരുന്നൊരു സീനായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ തന്നെ എനിക്കും അതുപോലെ ഒരു സീനുണ്ട്. കാരണം ഒന്നും പറഞ്ഞിരുന്നില്ല ആ ഒരു സീനിനെക്കുറിച്ച്. ഞാൻ ഹൈദരാബാദിലെ ഷൂട്ട് കഴിഞ്ഞിട്ട് ഒരു ദിവസം ഇങ്ങോട്ട് വരണം. ഇവിടെ രാവിലെ എത്തി, സീൻ രാവിലെ ആ ലൊക്കേഷൻ എത്തി വായിച്ചപ്പോൾ ഏറ്റവും കൂടുതൽ ഡയലോഗ്സ് എനിക്കാണ്. അത് പറയേണ്ടതൊക്കെ വെച്ചാൽ ലെങ്തി ഡയലോഗ്സ്, ഭയങ്കര സെൻറ്റിമെൻറ്റ്സ്. അതായത് ഇമോഷൻസിനെ അഭിനയിക്കുന്നതിൻ്റെ രാജാവാണ് മമ്മൂക്ക. ആക്ടിങ്ങിൻ്റെ യൂണിവേഴ്സിറ്റി എന്ന് തന്നെ പറയാം. അപ്പം ഞാനാകെ ഇങ്ങനെ ചെറിയ വരയിലൂടെ ഇരിക്കുകയാണ്. കുറച്ച് കഴിയുമ്പോൾ സെറ്റിൽ മമ്മൂക്ക എത്തി. മമ്മൂക്ക സീൻ വായിച്ചു കഴിഞ്ഞൂടെ, ഇന്ന് തൻ്റെ സീനാണല്ലോ എന്ന്. അത് കേട്ടതോടുകൂടി ഞാൻ പ്രൊഫഷണലായിട്ടാവുന്നേ. പക്ഷേ തുടക്കം ഓരോ എടുക്കുമ്പോഴും അത് കുറച്ചും കൂടി ഇങ്ങനെ മനസ്സ് തട്ടി പറയും, അത് കുറച്ചും ഉള്ളിൽ പറയുന്നു. നമുക്ക് ഓരോ കാര്യങ്ങളും മമ്മൂക്ക പറഞ്ഞു തരും. ആ സീൻ എനിക്ക് ആക്ടർ എന്ന രീതിയിൽ ഒരുപാട് പ്രശംസകൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ എല്ലാ ക്രെഡിറ്റ്സും സംവിധായകൻ വൈശാഖേട്ടനും അതുപോലെ തന്നെ മമ്മൂക്ക എന്ന് പറഞ്ഞ ഗ്രേറ്റ് ആക്ടർ അല്ല ഗ്രേറ്റ് മാൻ അപ്പം അവകാശപ്പെട്ടതാണ്. വേറെന്താ മധുരരാജ വിശേഷം? എല്ലാവരും തിയേറ്ററിലെ സിനിമ കാണാത്തവരെല്ലാവരും ഓടിപ്പോയി തിയേറ്ററിൽ കാണുക. കാരണം വിഷുവിന് കിട്ടിയ ഏറ്റവും വലിയൊരു കൈനീട്ടമാണ് മധുരരാജ. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി മധുരരാജ കാണുക, പ്രോത്സാഹിപ്പിക്കുക. അതുപോലെ തന്നെ ഇതിൻ്റെ നിർമ്മാതാവിനെക്കുറിച്ചും നമ്മൾ പറയണം അല്ലേ? കാരണം ഇത്രയും വലിയൊരു പ്രൊജക്റ്റ് എന്താ പറയണ്ടത്, ധൈര്യപൂർവ്വം ഏറ്റെടുക്കുകയും അത് വളരെ മനോഹരമായി ഷൂട്ടിംഗ് തീർക്കുകയും ഇപ്പോൾ ഇത് തിയേറ്ററിൽ എത്തിച്ചിരിക്കുകയാണ്. നെൽസൺ IP എന്ന് പറയുന്ന ഒരു വലിയ മമ്മൂട്ടി ആരാധകനാണ് അദ്ദേഹം. അപ്പം അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ആ വിശ്വാസം തന്നെയാണ് സംവിധായകരിലും എഴുത്തുകാരിലും ഒക്കെയുള്ള വിശ്വാസമാണ് ഈ വിജയം എന്ന് പറയാം. അതുപോലെ ഈ സിനിമയുടെ പിന്നിൽ പ്രവർത്തിച്ച ക്യാമറയുടെ മുന്നിലും പിറകിലും ഇല്ല എല്ലാവരും ഒരേപോലെ, പ്രത്യേകിച്ചും ക്യാമറയുടെ പിറകിൽ പ്രവർത്തിച്ചവരാണ്. ഇതിൻ്റെ ക്യാമറമാൻ ഷാജിയേട്ടൻ, ക്യാമറമാനും ഡയറക്ടർക്കും അവരുടെ മനോഹരമായ ഫ്രെയിമുകൾ ഉണ്ടാക്കാൻ ഉറച്ച സപ്പോർട്ട് കൊടുത്ത ആർട്ട് ഡയറക്ടർ ജോസഫ് നെരിക്കൽ, അദ്ദേഹത്തിൻ്റെ അസോസിയേറ്റ് ഷാജി നടുവിൽ, അതുപോലെ വൈശാഖേട്ടൻ്റെ അസോസിയേറ്റ് ഡയറക്ടേഴ്സായ സൈലക്സ്, രാജേഷ്, അസിസ്റ്റൻറ്റ് ഡയറക്ടേഴ്സ്, പിന്നെ ക്യാമറ അസിസ്റ്റൻസ്, പ്രൊഡക്ഷൻ ബോയ്സ്, പിന്നെ യൂണിറ്റ്, അങ്ങനെ തുടങ്ങി മേക്കപ്പ് രഞ്ജിത്ത് അമ്പാടി, അതുപോലെ വളരെ മനോഹരമായ മ്യൂസിക് നമുക്ക് തന്ന ഗോപി സുന്ദറിൻ്റെ മ്യൂസിക് എന്ന് പറയണ്ട. അതുപോലെ മഹേഷ് നാരായണൻ എന്ന് പറയുന്ന പ്രതിഭാധനനായ എഡിറ്ററിൻ്റെ കൈയാണ് ഇതിൽ പ്രവർത്തിച്ചത്. മഹേഷ് മാത്രമല്ല, സുനിൽ, അതുപോലെ പാട്ടുകൾ എഴുതിയ മുരുകൻ കാട്ടാക്കട, മുരുകേട്ടൻ, പിന്നെ ഹരിനാരായണൻ, രഞ്ജിത്ത് അമ്പാടി മേക്കപ്പ്, അതുപോലെ ഇത്രയും 90-ലധികം ആർട്ടിസ്റ്റുകളെ, 2000-ലധികം ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ ഈ സിനിമയിൽ കൂട്ടിയോജിപ്പിക്കുന്നതിൻ്റെ അത്രയും അനുഭവ സമ്പത്തുള്ളൊരു പ്രൊഡക്ഷൻ കൺട്രോളർക്ക് മാത്രമേ അതിന് സാധിക്കുകയുള്ളൂ. അപ്പോൾ അരോമ മോഹനേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷത്തെ അനുഭവ സമ്പത്ത് കൃത്യമായിട്ട് ഈ സിനിമയിൽ ഉപയോഗപ്പെടുത്തിയിരുന്നു അല്ലേ? അരോമ മോഹനേട്ടൻ, അനിൽ മാത്യു, ആ ഒരു ടീം, അങ്ങനെ എല്ലാവരും ഒരുപോലെ പ്രവർത്തിച്ചതാണ് ഈ സിനിമയുടെ വിജയം. അപ്പോൾ തീർച്ചയായിട്ടും ഈ വിഷു നമുക്കൊക്കെ ഏറെ ആഹ്ലാദകരമാണ്. നമുക്ക് മാത്രമല്ല, പ്രേക്ഷകർക്കും എന്താ പറയുക, ഒരു വലിയൊരു സദ്യ കിട്ടിയ, ഒരു ഉത്സവം കിട്ടിയ പ്രതീതിയാണ് തിയേറ്ററുകളിലൊക്കെ മധുരരാജ കാണുന്നവർ, പുറത്ത് ഇറങ്ങുന്നവർ, അവരുടെ മുഖത്തുള്ള സന്തോഷം കാണുമ്പോൾ നമ്മൾ ആർട്ടിസ്റ്റ് എന്ന രീതിയിൽ ഏറെ സന്തോഷം അല്ലേ? അപ്പോൾ മധുരരാജയെ നെഞ്ചിലേറ്റിയവരും ഇനി കാണാനുള്ളവരും എല്ലാവരും എത്രയും പെട്ടെന്ന് പോയി മധുരരാജ തിയേറ്ററിൽ പോയി കാണുക. മധുരരാജ ട്രിപ്പിൾ സ്ട്രോങ്.